ദിയ കേറി വാ, ഇല്ല. അകത്തിരിക്കാം. ക്ഷണം സ്വീകരിക്കാൻ വന്നതല്ല. ദിയ പ്ലീസ്, നീ കേറി വാ, ഞാൻ എല്ലാം പറയാം. വാ മോളെ, എന്താന്ന് വെച്ചാ വന്നകത്തിരുന്ന് സംസാരിക്കാം. വാ. നിങ്ങൾ സംസാരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ദിയ ദേവി ഇത് നീ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. അരുതാത്ത ചിന്തയോടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ജയ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിതൊക്കെ ചെയ്തത്. അതിത്ര ഭീകരമായ ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പോലീസ് പോലും ഞാൻ പറയുന്നത് വിശ്വസിച്ചു. പിന്നെ നീ മാത്രം എന്താ ഇങ്ങനെ? ഞാൻ വിശ്വസിക്കില്ല. മനുവേട്ടന്റെ മനസ്സ് കളങ്കം ഇല്ലായിരുന്നെങ്കിൽ ഒരു വാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും എനിക്ക് തരുമായിരുന്നില്ലേ? ഇടി അതിനു പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. അതിനർത്ഥം ഈ മനസ്സിൽ എനിക്കുള്ളതിനേക്കാൾ സ്ഥാനം ജയക്കായിരുന്നു എന്നല്ലേ? ഹേയ് അല്ല, ഒരിക്കലും ആ രീതി നീ ഞങ്ങളെ കാണരുത്. പിന്നെ എങ്ങനെ കാണണം? ഒപ്പം നടന്ന് എന്നെ വിട്ടിയാക്കിയവരെ ഇനി ഞാൻ വിശ്വസിക്കണോ? ഉള്ളിൽ മറ്റൊന്ന് വെച്ച് പുറമെ ചിരിച്ചു കാട്ടി എന്നെ ചതിക്കായിരുന്നില്ലേ മനുവേട്ടൻ? അല്ല, സത്യമായുമല്ല. എന്നെ വിശ്വാസമില്ലെങ്കിൽ ജയ തിരിച്ചു വന്നു കഴിയുമ്പോൾ നീ അവളോട് ചോദിര്. ഞാൻ ആ മനുവേട്ടനെ അവൾക്ക് പരിചയപ്പെടുത്തിയത്. എന്നിട്ട് അവളും എന്നെ ചതിച്ചു. രണ്ടാളോട് മരണം വരെ പൊറുക്കില്ലെന്ന് പറയാനാ ഞാൻ വന്നത്. അതെ, ഇത്രയും നാൾ ഞാൻ അറിയാതെ അവളെ സംരക്ഷിച്ചില്ലേ? ഇനി അറിഞ്ഞോട് സംരക്ഷിക്കാൻ ഞാൻ ഒഴിഞ്ഞു തരുന്നു. ദിയ ദയവായി ഞാൻ പറയുന്നത് നീ ഒന്നുകൂടെ കേക്ക്. എടി ജയ ഞാനും തമ്മിൽ നീ ഉദ്ദേശിക്കുന്ന തരത്തിൽ യാതൊരു ബന്ധവുമില്ല. നീ എന്നെ വിശ്വസിക്ക്. ഇല്ല, നിങ്ങളുടെ മനസ്സിൽ ഒരു രണ്ടാം സ്ഥാനക്കാരിയാവേണ്ട ഗതികേടൊന്നും എനിക്കില്ല. എങ്കിലല്ലേ ഞാൻ കണ്ണുടച്ച് വിശ്വസിക്കേണ്ടു. ഇനി മനുവേട്ടന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഗുഡ് ബൈ. ജിഷയുടെ മിസ്സിംഗിൽ മനുവിന് പങ്കുണ്ടെന്ന് പിന്നീടുള്ളവന്റെ പെരുമാറ്റത്തിൽ എനിക്ക് സംശയം തോന്നിയിരുന്നു. എന്നിട്ടും അവനൊന്ന് ഫോളോ ചെയ്യാൻ തോന്നിയില്ല. അതാ അബദ്ധമായത്. മനു പോലീസിനോട് പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ അവനെ തെറ്റുകാരനായിട്ട് കാണാൻ പറ്റുമോ ജെഡി? എങ്കിലും എനിക്ക് അവനൊന്ന് കാണണം. ജിഷയെ കാണാതായതിൽ നിന്നെപ്പോലും ഞാൻ സംശയിച്ചപ്പോൾ എന്റെ മുന്നിൽ ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിച്ചില്ലേ? അതിനവനൊന്ന് അഭിനന്ദിക്കണ്ടേ? ഒന്നും വേണ്ട, ജിഷ ഉടനെ തിരിച്ചു വരും. പഴയ പോലെ അവളെ സ്വീകരിക്കാനും മകളെപ്പോലെ തന്നെ അവളെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് ഇനി അതാ ജെഡിക്ക് വേണ്ടത്. ഇങ്ങോട്ട് തന്നെ അവള് തിരിച്ചു വരണം. ഈ വീട്ടിൽ തന്നെ അവള് വളരണം. ഈ വീടിനില്ല, ഈ നാടും. അല്ലാത്തൊരിടത്തേക്ക് നമ്മൾ പോകുമ്പോൾ വേണമെങ്കിൽ അവൾക്കും വരാം. വേണമെങ്കിൽ മാത്രം. അയ്യോ ജെഡി, ജിഷയുടെ അമ്മ ഈ അവസ്ഥയിൽ കഴിയുമ്പോ നമ്മൾ എങ്ങനെ അവളെ കൊണ്ട് പോകുന്നേ? വേണ്ട, അവൾ അമ്മയോടൊപ്പം കഴിഞ്ഞോട്ടെ. അതാ ശരിയും. നമ്മൾ എന്തായാലും പോയിരിക്കും. അത് ശരിയല്ല ജെഡി. ജിഷ തിരിച്ചു കിട്ടി അവളെ അവരുടെ അമ്മയുടെ മുന്നിൽ എത്തിക്കേണ്ട കടമ ജെഡിക്കുണ്ട്. അത് ജെഡി ചെയ്യണം. അതോടെ അവരുടെ മനസ്സ് നേരെയാവുകയും ചെയ്യും. അത് കണ്ടതിന് ശേഷം നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. നീ വെറുതെ ആവശ്യമില്ലാത്ത കണക്കൂട്ടലൊന്നും നടത്തണ്ട. ജിഷ എന്ന് തിരിച്ചു കിട്ടുമെന്നോ അഥവാ തിരിച്ചു കിട്ടിയാൽ തന്നെ അവളുടെ അമ്മയുടെ മനസ്സ് നേരെയാവുമെന്നോ ആർക്കും പറയാൻ പറ്റില്ല. അതുവരെ കാത്തിരിക്കാൻ നമുക്കും വയ്യ. ജെഡി, നിനക്ക് ജെഡിയുടെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഗീതയോടും മകളോടുള്ള സഹതാപം കൊണ്ടല്ലയോ വഴുതി മാറുന്നത്. പക്ഷെ നീ ഒഴിഞ്ഞു മാറിയാലും ജെഡി അവരെ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അതുകൊണ്ട് പിന്നെ എന്നതാ ഒരു കാര്യം എന്നുകൂടി നീ ചിന്തിക്കണം. ജയ സ്വന്തം മകളാണെന്നറിയുമ്പോ ജെഡിയുടെ ഈ ആറ്റിറ്റ്യൂഡൊക്കെ മാറിക്കോളൂ അമ്മാമ്മേ. മാറുന്നെങ്കിൽ മകളുടെ കാര്യത്തിലേ മാറൂ. അതും നിന്നെ മറന്നുകൊണ്ടൊരു മാറ്റം ജെഡിക്ക് ഇനി ഉണ്ടാവത്തില്ല. ആ കൊച്ചിനെ അംഗീകരിക്കാൻ നിനക്ക് ഇപ്പൊ പ്രയാസമൊന്നുമില്ലല്ലോ. എനിക്ക് പ്രയാസമുണ്ട് അമ്മാമ്മേ. അച്ഛനെ സ്വന്തമാക്കാൻ വേണ്ടി എന്നോട് യുദ്ധം ചെയ്ത് തോറ്റു പിന്മാറിയവള ജയ. അവളുടെ അച്ഛൻ അവളെ തിരിച്ചറിയുമ്പോഴെങ്കിലും
അവള് ജയിക്കണം. ഞാൻ ജെഡിയോടൊപ്പം ഉള്ളിടത്തോളം കാലം ജയിച്ചു എന്നൊരു ബോധം ജയിക്കുണ്ടാവില്ല. തോറ്റ പകയുമായി തിരിച്ചു വരുന്ന അവൾക്ക് രണ്ടാനമ്മയാവാൻ എനിക്കിത്ര പ്രയാസമുണ്ട്. വാക്സാമർത്ഥ്യം കൊണ്ട് നീ ഒഴിഞ്ഞു മാറിക്കോ മോളെ. പക്ഷേ മനസ്സുകൊണ്ട് ജേഡിയെ വിട്ടുപോവാൻ നിനക്ക് ആവത്തില്ല എന്ന് ഈ അമ്മാമയ്ക്കറിയാം. അമ്മമ്മേ, ജെഡിയുടെ സ്നേഹത്തിന് മുന്നിൽ മനസ്സും ശരീരവും പതറിപ്പോവാതിരിക്കാൻ എന്റെ ഒപ്പം നിക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്നെ അതുമായി കൂട്ടിയിണക്കാനാണോ അമ്മാമ്മ ശ്രമിക്കുന്നത്? അല്ല, നിന്റെ ലക്ഷ്യം നടക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അമ്മാമ്മ വന്നത്. പക്ഷേ ഇപ്പം അത് ജേഡിയുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടാവരുതെന്ന് കൂടി ഈ അമ്മാമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ചെയ്ത അത് പാപമാണ്. എന്ത് പാപം അമ്മാമ്മേ? ഒരു പാപവും ഇല്ല. ജേഡിക്ക് അർഹതപ്പെട്ട ജീവിതം തിരിച്ചു നൽകാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അർഹതപ്പെട്ടതെന്ന് നിനക്ക് മാത്രം തോന്നിയാ പോരല്ലോ, ജേഡിക്ക് കൂടി തോന്നണ്ടേ? ഗീതയെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച മനസ്സുമായിട്ടാ ജേഡി നിന്നെ സ്വീകരിച്ചത്. എന്നിട്ടിപ്പോ സമനില പോലും തെറ്റിയ അവളുടെ ജീവിതത്തിലേക്ക് വീണ്ടും ജേഡി തിരിച്ചു പോകുമെന്ന് വിശ്വസിക്കുന്നതേ അബദ്ധമാണെന്നാ എൻ്റെ പക്ഷം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് മകൾക്ക് വേണ്ടി ജേഡിയുടെ മനസ്സ് ആ വിധത്തിൽ മാറുമെന്ന. അതില് ഞാൻ ഒരിക്കലും ഒരു തടസ്സമാവില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ആ തീരുമാനത്തിൽ നിന്ന് എന്നെ മാറ്റാൻ അമ്മാമ്മ ശ്രമിക്കണ്ട. ഞാൻ മാറില്ല. ഇതാരാ വന്നേന്ന് നോക്കി. പ്രാർത്ഥിക്കുമ്പോൾ ശല്യം ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലേ? ശരി, മാഡം ഇരിക്കൂ. മോള് മരിച്ചിട്ട് ഇപ്പോഴാ ഒന്ന് വരാൻ തോന്നിയല്ലേ? ഒന്നുമില്ലെങ്കിലും കുറച്ചുനാള് നീയും അവളെ വളർത്തിയതായിരുന്നില്ലേ? അത് വിചാരിച്ചെങ്കിലും വന്നൊന്ന് അവസാനായിട്ട് കണ്ടൂടായിരുന്നോ? അത് പിന്നെ ഗീത ഞാൻ പറഞ്ഞിട്ടില്ലേ, മോള് ആ ഇടയ്ക്കൊരിക്കൽ വന്നല്ലേ? ഡോക്ടർ പറഞ്ഞു. വിഷമത്തിനിടയില് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? ഏയ്, അതൊന്നും സാരമില്ല. ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ, അത് മതി. ഇവിടെ എങ്ങനെയാ? ഗീതയ്ക്ക് വീട്ടിലേക്ക് പോകണം തോന്നില്ലേ? അവിടെ പോയിട്ട് എന്തിനാ? മണിയെടുത്ത് അവരുടെ തറവാട്ടിലേക്ക് പോയി. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ മോളുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവും. ഇവിടെയാകുമ്പോ എല്ലാവർക്കും എന്നെ വലിയ കാര്യാ. ദേ കണ്ടില്ലേ, മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാലയും ചന്ദനത്തിരിയും ഒക്കെ തീരുമ്പോ കൊണ്ടുവന്ന് തരും. പക്ഷേ ഇതൊക്കെ വേണോ? മോളെ നഷ്ടപ്പെട്ടിട്ടില്ലെന്നൊന്ന് വിചാരിച്ചൂടെ? അങ്ങനെ വിചാരിച്ചിട്ട് എന്താ നാദര കാര്യം? മരിച്ചുപോയ മോള് തിരിച്ചു വരൂ. ഗീത, ഞാൻ പറഞ്ഞില്ലേ, അന്ന് കണ്ട ഡെഡ് ബോഡി വേറെ ഏതോ കുട്ടിയുടേതായിരുന്നെന്നാ എല്ലാരും പറയുന്നേ. നമ്മുടെ ജയമോളെ മനു വേറെ എവിടെയോ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. ഉടനെ തിരിച്ചു കൊണ്ടുവരുമെന്നും കേട്ടു. എനിക്ക് മോളെയും ദേവേട്ടനെയും തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് അതിന് പറ്റാത്തതിന്റെ വിഷമം ശരിക്കും ഉണ്ട് നാദരയ്ക്ക്. അതാ ഇങ്ങനൊക്കെ പറയുന്നേ. അല്ല ഗീത, അല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, വേറെ ആര് പറഞ്ഞാലാ ഗീത വിശ്വസിക്കാന്ന് പറ. ഈ കാര്യം ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ദേവേട്ടൻ വന്ന് പറഞ്ഞാലോ?
ദേവേട്ടൻ്റെയും കൂടെ മോളല്ലേ? അപ്പോ അദ്ദേഹം പറഞ്ഞാലെങ്കിലും ഗീതയ്ക്ക് വിശ്വസിച്ചൂടെ? ഞാൻ നിന്റെ ദേവേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞേക്കട്ടെ. ഗീത, ഞാൻ പറഞ്ഞ 70%ലേക്കുള്ള ഗീതയുടെ മാറ്റമാണ് നാദിറ ഇപ്പം കണ്ടത്. മകൾ നഷ്ടപ്പെട്ടു എന്ന ബോധം മാത്രമേ ഇപ്പം മാറ്റമില്ലാതെ തുടരുന്നുള്ളൂ. കുട്ടിയെ തിരിച്ചു കിട്ടുന്നതോടെ അതും പൂർണ്ണമായി മാഞ്ഞു പോകുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അതിനിടയിൽ ജയദേവനെ ഗീതയുടെ മുമ്പിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആ കൂടിക്കാഴ്ച ഇനിയും വൈകിച്ചൂടെ ഡോക്ടർ? ജയ കണ്ടെത്തുന്ന കാര്യം വീണ്ടും ഇങ്ങനെ അനിശ്ചിതമായിട്ട് നീണ്ടുപോയിക്കൊണ്ടിരിക്കുക. ജേഡിയാണെങ്കിൽ ഈ നാട് വിട്ടു പോകാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. അതിനു മുൻപ് ഗീത അദ്ദേഹത്തെ കണ്ടിരിക്കണം. അല്ലെങ്കിൽ നാദിറയുടെ ഉത്കണ്ഠ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ജയദേവനെ നേരിൽ കാണുമ്പോൾ, അതും ഈ ഒരവസ്ഥയിൽ, ഗീത എങ്ങനെ റിയാക്ട് ചെയ്യുന്നുകൂടി നമ്മൾ ആലോചിക്കണ്ടേ? മകൾ നഷ്ടപ്പെടാൻ കാരണം നാദിറയാണെന്നുള്ള ചിന്ത ആ മനസ്സിൽ നിന്നും മാഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം ഗീതയ്ക്ക് ആരോടും ദേഷ്യമോ പിണക്കമോ ഇല്ല. മകളുടെ വേർപാട് വിധിയെന്ന് കരുതി അവളുടെ ഓർമ്മകളുമായി മാത്രം ജീവിക്കാൻ കൊതിക്കുന്ന ഈ അവസ്ഥയിൽ ഭർത്താവിൻ്റെ പെട്ടെന്നുള്ള തിരിച്ചുവരവ് അവരുടെ മാനസിക നിലയെ ചിലപ്പോൾ തകിടം മറിച്ചു വന്നേക്കാം. അതായത് പൂർണ്ണമായ വിഭ്രാന്തിയിലേക്ക് തന്നെ വീണു പൊയ്ക്കൂടുന്നില്ലെന്നർത്ഥം. അങ്ങനെ ഒരു റിസ്ക് നമ്മൾ എടുക്കണമെന്ന് നാദിറ ഒന്നുകൂടെ ആലോചിക്കണം. ഇല്ല ഡോക്ടർ, ഏത് വിഭ്രാന്തിയിലും ദേവേട്ടനെ ഉൾക്കൊള്ളാൻ ഗീതയ്ക്ക് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. മനസ്സിൽ പ്രതിഷ്ഠിച്ച ദൈവം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഈ ഉന്മാദാവസ്ഥയിൽ നിന്നും ഗീത മോചിക്കപ്പെടുകയുള്ളൂ. മകളെ കാണാതെ ഭ്രാന്തിയെ പോലെ കഴിയുന്നത് ഗീതയാണെന്നും തൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയ അമ്മയാണ് അവളെന്നും അറിയുമ്പോൾ ജേഡിയുടെ മനസ്സും അവളിലേക്ക് വരാതിരിക്കില്ല ഡോക്ടർ. നാദിറയുടെ ആത്മവിശ്വാസത്തെയും മഹാമനസ്കതയെയും ഞാൻ തളർത്തുന്നില്ല. നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാം. ജേഡിയെ ഇവിടെ എത്തിക്കാൻ നാദിറയ്ക്ക് കഴിയുമെങ്കിൽ. കഴിയും ഡോക്ടർ. എങ്ങനെയെങ്കിലും ജേഡി ഞാൻ ഇവിടെ എത്തിച്ചോളാം. പക്ഷേ ഒരിക്കൽ ജേഡി വന്നാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് മാത്രമേ ഗീതയുടെ മനസ്സിനെ നേർവഴിക്ക് കൊണ്ടുവരാനാകൂ എന്നും പറഞ്ഞ് ഡോക്ടർ ജേഡിയെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം. അപ്പോൾ നാദിറയിൽ നിന്നും ജേഡിയെ പറിച്ചു മാറ്റുന്ന പാപം ഞാൻ ചെയ്യണം അല്ലേ? അതൊരിക്കലും ഒരു പാപം ആവില്ല ഡോക്ടർ. ജേഡിയും ഗീതയും ഒന്നായാൽ അത് നമ്മൾ ചെയ്യുന്നൊരു പുണ്യമായിരിക്കും. റോക്കി ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ലെങ്കിലും അവനിൽ തന്നെയാണ് ഹമീദ് ഞങ്ങളുടെ മുഴുവൻ സംശയവും. ഇത്തവണ ശരിക്കും പിടിക്കപ്പെട്ടോ എന്നുള്ളതുകൊണ്ട് പരമാവധി അവൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. പക്ഷേ ഏതു വിധേനയും അവൻ്റെ നാവ് കൊണ്ട് ഞങ്ങൾ സത്യം പറയിപ്പിക്കും. അല്ല, അവൻ സത്യം പറയുന്നതുവരെ ജയമോള് സുരക്ഷിതയായിരിക്കൂ. പ്രത്യേകിച്ച് കാട്ടി വെച്ച ഇപ്പോൾ അവളെ കാണാതായിരിക്കുന്നത്. ഇനി ഒരു പക്ഷെ പഴയതുപോലെ റോക്കിക്ക് ഇതിലൊരു പങ്കുമില്ലെന്നാണ് തെളിയുന്നെങ്കിലും അതല്ലാതെ അവളെ അവിടുന്ന് കാണാതാവാനുള്ള ഏതെങ്കിലും സോഴ്സ് കാണണ്ടേ? ഒന്നുകിൽ മനു അങ്ങോട്ട് ചെല്ലുന്നത് തന്നെ തിരിച്ചു കൊണ്ടുപോകാനാണെന്നറിഞ്ഞ് അവൾ സ്വയം അവിടുന്ന് മുങ്ങിയതാവാം. അതല്ലെങ്കിൽ എന്നും മനുവിനെ ഭീഷണിപ്പെടുത്താറുള്ളതുപോലെ
ഏതെങ്കിലും സൂയിസൈഡ് പോയിന്റിൽ പോയി ആത്മഹത്യ ചെയ്തിരിക്കും. സുഭാഷ്, അതെ, ഇത് രണ്ടും അല്ലെങ്കിൽ വളരെ പ്ലാനിങ്ങോടെ അവളെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവളുടെ കാവൽക്കാരിയായ തള്ള വെറും 10 മിനിറ്റ് മാറി എന്ന സമയത്താണ് മിസ്സിംഗ് നടന്നിരിക്കുന്നത്. റോക്കി ആണെങ്കിൽ കുറച്ച് ദിവസമായി അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവൻ അങ്ങനെ ചെയ്യാനുള്ളതിന് എന്തെങ്കിലും കാരണവും ലക്ഷ്യമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടല്ലോ, ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ക്രിമിനൽ മൈൻഡുള്ള ഒരാൾ തൻ്റെ ശത്രുവിനെ ഒതുക്കാൻ പാകത്തിന് കിട്ടുന്ന ഒരവസരവും പാഴാക്കാറില്ല എന്നുള്ളത് തന്നെയാണ്. എസ്റ്റേറ്റിലെ ജോലിക്ക് പോയ റോക്കി യാദൃശ്ചികമായി ജയയെ കാണുകയും അവനിലെ ക്രിമിനൽ മൈൻഡ് ഉണരുകയും വളരെ പ്ലാനിങ്ങോടെ അവനത് നടപ്പാക്കുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയായി തന്നെ കാരണങ്ങൾ വേറെയുണ്ട്. ജയയെ തേടിപ്പിടിച്ച് ജെഡിയെ ഏൽപ്പിക്കാൻ കാത്തിരിക്കുന്ന നാദിറയോട് ജയയെ വെച്ച് ഒരു വിലപേശൽ നടത്താമെന്ന് റോക്കി ചിന്തിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ യാതൊരു കാരണവശാലും റോക്കി അവളെ ഉപദ്രവിക്കാനിടയില്ല. വളരെ സേഫായി ഒളിപ്പിച്ചിട്ടുണ്ടാവും. അല്ല, റോക്കി കസ്റ്റഡിയിലുള്ള കാര്യം ജയദേവനും നാദരെ അറിഞ്ഞിട്ടുണ്ടോ? എന്നിലൂടെ ഇല്ല. മനുവുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ നാദിറെ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ റോക്കിയെക്കുറിച്ചൊന്നും സൂചിപ്പിച്ചിരുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി. അതൊക്കെ അറിയുമ്പോൾ അറിയട്ടെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, ആ, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അറിയിക്കണം. ധൈര്യമായിട്ട് പൊയ്ക്കോ. എന്തായാലും ജയ ഇത്രയും നാൾ സുരക്ഷിതയായി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ള സത്യം നമ്മൾ അറിഞ്ഞില്ലേ? അതിനുശേഷം ഉണ്ടായത് എന്താണെന്ന് റോക്കി ഇന്ന് പറയും. ഞങ്ങൾ അവനെ കൊണ്ട് പറയിപ്പിക്കും. എഴുന്നേക്കടാ, ഇങ്ങോട്ട് എഴുന്നേക്കടാ. ഇനിയെങ്കിലും സത്യം തുറന്നു പറയുന്നതല്ലേ റോക്കി നിനക്ക് നല്ലത്? സാറ് പറയുന്ന എന്നാ കുറ്റം വേണേലും ഞാൻ ഏറ്റെടുത്തോളാം. എന്നെ ഇനി ഒന്നും ചെയ്യരുത്. ജയ എവിടെയുണ്ടെന്ന് കാട്ടിത്തരാനും പറയരുത്. അതെനിക്ക് അറിയത്തില്ല. പാറമടയിൽ വെച്ച് പിന്നെ എങ്ങനെയായിരിക്കാം അവളെ കാണാതായിരിക്കുക എന്ന് നിനക്ക് പറയാൻ പറ്റുമോ? പാറമട പോലൊരു സ്ഥലത്തുനിന്ന് ഒരു പെങ്കൊച്ചിനെ കാണാതായ ഏതെങ്കിലും കൊക്കയിലോ പുലിമടയിലോ നോക്കിയാൽ മതി സാറേ. പുലി പിടിച്ച ദേഹത്തുണ്ടായിരുന്ന വസ്ത്രമെങ്കിലും കിട്ടും. മനുഷ്യനാ പിടിച്ചെങ്കിൽ അതും കിട്ടത്തില്ല. അവിടുത്തെ കൊക്കകൾക്കൊക്കെ അത്രയ്ക്ക് താഴ്ചയാ. ആ കാട്ടിൽ അങ്ങനെയുള്ളവരാരെങ്കിലും ക്യാമ്പ് ചെയ്യുന്നത് തനിക്കറിയാമോ? കാട്ടുകള്ളന്മാർ ഒരുപാടുണ്ട് സാറേ. പക്ഷേ ആരാന്നോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ പെങ്കൊച്ചിനെ പിടിക്കാനായിട്ടൊന്നും അവിടെ ആരും വരത്തില്ല. പക്ഷേ കാടിൻ്റെ നടുവിലൊരു പെങ്കൊച്ചിനെ ഒറ്റയ്ക്ക് കണ്ട ആരും വിടത്തുമില്ല. കാര്യം കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൂയിസൈഡ് പോയിന്റിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് താഴേക്ക് വലിച്ചെറിയും. ഒന്നുകൂടി പാറമടയിൽ പോയാൽ ജയയെ കാണാതായതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന തരാൻ തനിക്ക് പറ്റുമോ? എങ്കിൽ തന്നെ ഞങ്ങൾ കേസിൽ നിന്ന് ഒഴിവാക്കാം. എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാം സാറേ. വേണമെങ്കിൽ പൊന്നപ്പനെ വിളിക്കാം. അവനാ എന്നെക്കാളും ആ കാട് പരിചയം. പാറമട പൊന്നപ്പൻ അല്ലേ? ആ അതെ സാർ. എന്തായാലും റോക്കി ഒന്ന് വിശ്രമിക്കട്ടെ ശരത്തെ. ഭക്ഷണവും മറ്റും കൊടുക്കാനുള്ള ഏർപ്പാടി. സർ, നിൽക്കാൻ വയ്യെങ്കിൽ അവിടെ ഇരുന്നോ. പോലീസുമായി സഹകരിച്ചു പോയാൽ നിനക്ക് രക്ഷയുണ്ട്. കഴിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോ. ഒന്നും വേണ്ട സാറേ, കുടിക്കാൻ ഇത്തിരി വെള്ളം തന്നാൽ മതി.